പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരികയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് പശ്ചിമേഷ്യയിലെ വെടിനിർത്തൽ പ്രഖ്യാപനം ഇറാന് പുറമെ ഇസ്രയേലും അംഗീകരിച്ചു. ഏറ്റവും പുതിയ വിവരങ്ങൾ നോക്കാം. MG മിഥുൻ ചേരുന്നു. മിഥുൻ, എന്താണ് സാഹചര്യം? ഇസ്രയേൽ ഇത് അംഗീകരിക്കില്ല എന്ന നിലപാടിലായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യയിൽ തൽക്കാലത്തേക്കെങ്കിലും ഒരു സമാധാനം അത് ഉണ്ടാകുമോ? സൈത്ത്, അങ്ങനെ ഒരു നടപടിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ കൂടി ഈ ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് ഓപ്പറേഷൻ ലയനിലൂടെ തങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അതൊക്കെ നടപ്പിലാക്കാൻ സാധിച്ചു. ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർക്കാൻ സാധിച്ചു. ഒപ്പം തന്നെ ആണവ കേന്ദ്രങ്ങളിലും കൃത്യമായ ആക്രമണം നടത്തി അത് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ സീസ് ഫയറിന് തയ്യാറാകുന്നു എന്നുള്ളൊരു പ്രതികരണമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഒരുപക്ഷെ ഇറാൻ ഈ ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ മിസൈലുകൾ ഇസ്രായേലിന്റെ പല ഭാഗത്തേക്കായി ലോഞ്ച് ചെയ്തിരുന്നു. അത് വലിയ വിനാശം വിധിക്കുകയും 3 പേർ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിനൊരു മറുപടി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ സീസ് ഫയറിലേക്ക് ഒരു പ്രതികരണം, അത് സംബന്ധിച്ചുള്ള പ്രതികരണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നായിരുന്നു കരുതിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒടുവിൽ ഇസ്രായേൽ കൂടി ഈ ഒരു സീസ് ഫയറിന് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ സീസ് ഫയറിന് തയ്യാറായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത് ഇസ്രായേൽ ട്രംപ് മുന്നോട്ട് വെച്ച ആ ഒരു അറിയിപ്പിന് അനുസരിച്ചാണോ ഇത്തരത്തിലുള്ളൊരു സീസ് ഫയറിന് തയ്യാറായത് എന്നാണ്. എന്തായാലും ഇറാൻ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കാരണം നിലവിലെ സാഹചര്യത്തിൽ തങ്ങൾ ഇനി ഒരു ആക്രമണത്തിന് മുതിരില്ല. അതോടൊപ്പം തന്നെ സീസ് ഫയറിന് തയ്യാറാകുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ട്രംപ് പറഞ്ഞതനുസരിച്ചല്ല തങ്ങൾ ഈ ഒരു നിലപാടിലേക്ക് എത്തിയത് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പരാമർശവും ഇറാന്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ട്രംപിന്റെ പരാമർശം തള്ളിക്കൊണ്ടാണ് ഇറാൻ സീസ് ഫയറിന് തയ്യാറായത്. എന്നാൽ സീസ് ഫയറിന് ഇപ്പോൾ ഇസ്രായേൽ തയ്യാറായത് ഏത് രീതിയിലാണ് എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു വ്യക്തത ഇനി വരേണ്ടതായിരിക്കുന്നു. എന്തായാലും 12 ദിവസം നീണ്ടുനിന്ന പശ്ചിമേഷ്യയിലെ സംഘർഷത്തിനൊരു അയവ് വരുന്നു എന്നുള്ളത് തന്നെയാണ്. സംഘർഷ ഭീതി ഒഴിവായിരിക്കുന്നു. ലോകരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യം മുന്നോട്ട് വെക്കുകയും നിരന്തരം ചർച്ചകൾ നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ 12 ദിവസത്തിന് ശേഷം ഈ ഒരു സീസ് ഫയറിന് ഇരു രാജ്യങ്ങളും തയ്യാറായി മുന്നിട്ടിറങ്ങുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്, എന്തിനു വേണ്ടിയായിരുന്നു തങ്ങൾ അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും ഈ ഒരു സംഘർഷത്തിൽ ഏർപ്പെട്ടത്? ഒടുവിൽ അമേരിക്ക കൂടി ഈ സംഘർഷത്തിന്റെ ഭാഗമായി എന്നൊരു ചോദ്യം പ്രധാനമായും ഉയർന്നു വരുന്നുണ്ട്. അതായത് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം അത് നിർത്തലാക്കുക, ഒപ്പം തന്നെ ആണവ കരാറുകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് ഇറാൻ മുന്നിട്ടിറങ്ങണം. മറ്റൊന്ന്, ഖമനിയുടെ സ്ഥാന ചലനം, അത് അങ്ങനെ 3 കാര്യങ്ങളായിരുന്നു ഇസ്രായേലും ഒപ്പം തന്നെ US മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അതിലൊന്നും തന്നെ ഒരു വ്യക്തമായ മറുപടി ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം അവകാശവാദങ്ങൾ ഇസ്രായേൽ നടത്തുന്നു, ഒപ്പം തന്നെ അമേരിക്കയും നടത്തുന്നു. പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും നശിപ്പിക്കാനായി. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളൊരു അവകാശവാദമാണ് അമേരിക്കയും ഒപ്പം തന്നെ ഇസ്രായേലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഒരു ഔദ്യോഗിക സ്ഥിരീകരണമോ അല്ലെങ്കിൽ അതിലൊരു കൃത്യമായ മറുപടിയോ ഇറാന്റെ ഭാഗത്തു നിന്നില്ല എന്നുള്ളതാണ്. ഇറാൻ പറയുന്നത് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളൊക്കെ സുരക്ഷിതമായി തന്നെ നീക്കം ചെയ്യാൻ ഈ ഒരു ആക്രമണത്തിന് മുന്നോടിയായി തന്നെ ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അവയൊക്കെ ഒഴിപ്പിക്കാൻ കൃത്യമായി സാധിച്ചു. അതുകൊണ്ട് തന്നെ അവിടെയൊന്നും മറ്റു നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ചെറിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും തകർക്കപ്പെടാൻ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു മറുപടിയായിരുന്നു ഇറാന്റെ ഭാഗത്ത് വരികയും ചെയ്തത്. അങ്ങനെ നിലനിൽക്കുമ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയായിരുന്നു ഈ ഒരു 12 ദിവസം ലോകരാജ്യങ്ങളെ ഉൾപ്പെടെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് ആശങ്കയുടെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് എന്തിനായിരുന്നു ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് ഈ രാജ്യങ്ങൾ പോയത് എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരികയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ആശങ്കകൾ ഒഴിയുന്നു. പശ്ചിമേഷ്യയുടെ സംഘർഷമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിന് അയവ് വരുന്നു എന്നുള്ളതാണ്. യുദ്ധത്തിലേക്ക് പോകുമെന്ന് കരുതിയ ആ ഒരു രീതിയിൽ നിന്ന് സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഏറ്റവും ഒടുവിൽ ട്രൂത്ത് സോഷ്യൽ ട്രംപ് കുറിച്ചതാണ് നിലവിൽ സീസ് ഫയർ നിലവിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരു വയലേഷൻ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു ശക്തമായ മുന്നറിയിപ്പും ട്രംപ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ സീസ് ഫയറിന് ഇസ്രായേൽ കൂടി തയ്യാറായിരിക്കുന്നത്. സൈത, മിഥുൻ, ഇത് യഥാർത്ഥത്തിൽ ഇരുഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ സൈനിക നീക്കമാണല്ലോ സംഭവിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇറാനെ സംബന്ധിച്ച് അവരുടെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഇസ്രയേലിന് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ജനവാസ മേഖലയിൽ അടക്കം നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇങ്ങനെ ഇരുഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ
ഇനി ഒരു പ്രകോപനം ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത ഇരു നേതാക്കൾക്കിടയിൽ ഉണ്ടാകുമോ? ഇതൊരു പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഏതെങ്കിലും കൂടിക്കാഴ്ചകളോ നേതാക്കൾക്കിടയിലുള്ള ആശയവിനിമയമോ സംഭവിച്ചിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? നിലവിൽ ഇത്തരത്തിൽ ഈ സീസ് ഫയറിന് തയ്യാറാണ് എന്നുള്ളൊരു പ്രതികരണം മാത്രമാണ്, ഒരു ഔദ്യോഗിക പ്രതികരണം മാത്രമാണ്. അതായത് ബെഞ്ചമിൻ നെതന്യാഹു അല്ലെങ്കിൽ ഖമനയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വന്നിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയമാണ് ഈ ഒരു വിഷയത്തിൽ സീസ് ഫയറിന് തയ്യാറാണ് എന്നുള്ളൊരു നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ളൊരു പ്രതികരണമാണ് വന്നത്. മറ്റൊന്ന് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അതേ രീതിയിലുള്ള പ്രതികരണമാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രതികരണം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിലവിൽ തങ്ങൾ എന്താണോ കരുതിയിരുന്നത് അതൊക്കെ തങ്ങൾക്ക് നേടാനായി, ദൗത്യം കൃത്യമായി വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ആണവ കേന്ദ്രങ്ങൾ നിർവീര്യമാക്കാനും ഒപ്പം തന്നെ അത് തകർക്കാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ലയൺ എന്ന ദൗത്യം അത് വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സീസ് ഫയറിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളൊരു പ്രതികരണം ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നു. മറ്റൊന്നിപ്പോൾ സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, നേരത്തെയും സമാനമായ രീതിയിലുള്ള സീസ് ഫയർ ഒക്കെ ഗാസയിലൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് വയലേറ്റ് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്തതാണ്. പല സന്ദർഭത്തിലും ശക്തമായ ആക്രമണം ഗാസയിലുടനീളം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നിലവിലുണ്ടായിരിക്കുന്ന ഈ കരാർ അത് ആ കരാറുമായി ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. അതാരെങ്കിലും വയലേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പ് ഈ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ആശങ്കപ്പെടുത്തുന്നത്. എന്തായാലും നിലവിൽ ട്രംപ് പറഞ്ഞതുപോലെ തന്നെ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്, ഇനി ഒരു തരത്തിലുമുള്ള വയലേഷൻ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്ന് തന്നെയാണ്. നിലവിൽ ലാസ്റ്റ് മിസൈൽ അറ്റാക്കാണ് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതാണ് ടെല്ലവീവിലും ഒപ്പം തന്നെ തെക്കൻ ഇസ്രായേലിലും പതിക്കുകയും വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്ത്. എന്തായാലും ഈ 12 ദിവസം നീണ്ടുനിന്ന ഈ ഒരു സംഘർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കും വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേൽ പ്രതീക്ഷിച്ചതിനും അപ്പുറം ഒരു വലിയ പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. വലിയ രീതിയിൽ നാശനഷ്ടം ഇസ്രായേലിനും സംഭവിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തുറമുഖ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇറാന്റെ ആക്രമണം ഉണ്ടായത്. ടെല്ലവീവ്, ഹൈഫ അടക്കമുള്ള നോർത്തേൺ ഇസ്രായേൽ ഭാഗങ്ങളിലായിരുന്നു വലിയ ആക്രമണം ഇറാൻ അഴിച്ചുപിടിക്കുകയും ചെയ്ത. ഒരുപക്ഷേ അയൺ ഡോം എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഒക്കെ തകർത്തുകൊണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ലക്ഷ്യം കാണാൻ ഇറാനെ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്തു. അത് ഇസ്രായേൽ പോലും കരുതിയിരുന്നില്ലായിരുന്നു. അതിനു പിന്നാലെയാണ് അമേരിക്കയുടെ ഒരു ഇടപെടലുണ്ടാകുന്നത്. അമേരിക്ക ഇടപെട്ട ഈ ഒരു ആക്രമണത്തിലൂടെ 3 ആണവ കേന്ദ്രങ്ങളിലേക്ക് B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് അവ തകർക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും സംഘർഷത്തിലേക്ക് അമേരിക്ക കൂടി രംഗത്ത് വരികയും ചെയ്ത് പിന്നാലെയാണ് ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് പോകുന്നത്. അതുകൂടി വന്നപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ വലിയ